ശ്രീ സുരേഷ് കുമാർ, ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായില്ല എന്ന് പറഞ്ഞു. CPM സ്ഥാനാർത്ഥി പട്ടിക കംപ്ലീറ്റ് ആയിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണ്? ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് 3 സ്ഥാനാർത്ഥികൾ അനൗൺസ് ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ് വരുന്നത്. തിരൂർ വി അബ്ദുറഹ്മാൻ, കൊണ്ടോട്ടി ഡോക്ടർ PGG, കോട്ടക്കൽ K പ്രീതി. ഇതിൽ തമാശ എന്താ വെച്ചാൽ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് 5 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി നിലവിലെ മന്ത്രിയായ വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമായ താനൂരിലാണ് മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് വാർത്താക്കുറിപ്പിലൂടെ താനൂരല്ല തിരൂരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും നമ്മൾ കാണുന്നു. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ അടുത്ത് എന്താണ് നടക്കുന്നത്? അഭിലാഷ്, മാധ്യമങ്ങളുടെ വിമർശനത്തെ ആ രൂപത്തിൽ തന്നെ കാണാനും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ഡൽഹിയിൽ ബഹുമാനപ്പെട്ട KPCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ K സുധാകരൻ വന്നിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വായിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ തിരികെ കയറ്റിയതല്ലല്ലോ. ഞാനൊരു നിലയും വിലയും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാണ് ഈ പൊറാട്ട് നാടകങ്ങൾ തുടങ്ങിയത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് രാജു P നായരും ഞാനും ചർച്ച ചെയ്യുമ്പോൾ രാജു P നായർ വെല്ലുവിളിച്ചാണ് ചർച്ച അവസാനിപ്പിച്ചത്. ഈ ഫ്ലോറിലല്ല, മറ്റൊരു ഫ്ലോറിലാണ്. അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമായും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന്. ഞാൻ അന്ന് പറഞ്ഞു 24 മണിക്കൂർ പോയിട്ട് 48 മണിക്കൂർ കഴിഞ്ഞാലും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞാണ് ആ ചർച്ച അവസാനിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ നോക്കൂ, ഈ നിമിഷം പോലും സ്ഥാനാർത്ഥികളെ ഇവിടെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന ലോ കമാൻഡ് ഉഴറി നിൽക്കുന്ന സന്ദർഭമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അതങ്ങനെ തന്നെ നടന്നോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസ്സിന് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുക്കുന്നൊരു പ്രിവിലേജ് ഉണ്ട്. ഇത് കോൺഗ്രസ്സിനകത്ത് സർവ്വസാധാരണമാണ്, ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇത് കുറച്ചുകൂടി കടന്ന് ചില ആളുകൾ മാധ്യമ പ്രവർത്തകൻ്റെ മാരീചക വേഷം അണിഞ്ഞുകൊണ്ട് ചില ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ് ഇത് ജനാധിപത്യത്തിൻ്റെ അഭൗമമായ സൗന്ദര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ്. ഇത് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം പരത്തുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപമാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജു P നായരെ പോലുള്ള ആളുകളുടെ അഭിപ്രായത്തിലെ ദൈന്യത തന്നെ അതുകൊണ്ടല്ലേ. നിങ്ങൾ CPMനെ കുറ്റപ്പെടുത്തുന്നത്, എനിക്ക് പറയാനുള്ളത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സിനിമയിലൊരു ഡയലോഗാണ്. നിങ്ങളിടുമ്പോൾ ബർമുട, ഞങ്ങളിടുമ്പോൾ വള്ളി നിക്കർ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടോ, അർദ്ധചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിസ്മയം തീർക്കാൻ നടന്നവരാണ്. നിങ്ങളുടെ വിസ്മയം ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്ത നിലയിലാണ്. നിങ്ങളത് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചില സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ചില സ്ഥാനാർത്ഥികളുടെയും KPCC പ്രസിഡന്റിൻ്റെയും രൂപം കത്തിക്കുകയാണ്, പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. എന്തെല്ലാം കോലാഹലങ്ങളാണ്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾ, ഈ വാർത്ത ശ്രവിക്കുന്ന ആളുകൾ, വാർത്തകൾ വായിക്കുന്ന ആളുകൾ, നിഷ്പക്ഷമതികൾ രാഷ്ട്രീയത്തെ പോലും വെറുക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ അധമമായ ഗ്രൂപ്പ് രാഷ്ട്രീയം ഈ കേരളത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്, മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ്, മലിനപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചില വെള്ളപൂശലുകൾ നടത്തി നിങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുമോ? കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ മൂല്യച്യുതിയെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞാൽ, കേരളത്തിലെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അവർക്ക് ഈ ആളുകൾ തന്നെ വാർത്ത ചോർത്തി കൊടുത്തതിന് ശേഷം, ആ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാ പഴിയും മാധ്യമങ്ങൾക്കാണ്. ഞാൻ ഈ കമൻറ്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷിനെ പോലുള്ള ആളുകൾക്ക് ഏറ്റവും സർവ്വത്യാഗ പരിത്യാഗിക്കുള്ള അവാർഡ് തരണം. അത്രമാത്രം തെറിയാണ് മാതൃഭൂമിയുടെ കമൻറ്റ് ബോക്സിലടക്കം വന്ന് കോൺഗ്രസിൻ്റെ പച്ചപ്പടയെന്നും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതാക്കന്മാരടക്കം വന്നതെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് ഇരുണ്ട യുഗത്തിലേക്കാണ് കോൺഗ്രസിനെ ഈ ആളുകൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പഴി മുഴുവനും മാധ്യമങ്ങൾക്കും പിന്നെ ഇടതുപക്ഷത്തിലെ അഭിപ്രായ അനൈക്യത്തിനുമാണ്. ഇടതുപക്ഷത്തിന് അഭിപ്രായം അനൈക്യമുണ്ടെങ്കിൽ ആ അനൈക്യം കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള ആർജവമുള്ള പ്രസ്ഥാനമാണെന്ന് പല കുറി തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ സന്ദർഭത്തിലുള്ള ആളുകൾ തന്നെ ഈ പാർട്ടി വിട്ടു പോയിട്ട് പോലും ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്തത്? കഴിഞ്ഞ മണിക്കൂറുകളായി ഡൽഹിയിൽ പരസ്പരം കാല് തടവലും കാല് നക്കലുമല്ലേ കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് വന്നു നിന്ന് അവസാനം ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി എന്ന് റാംജി റാവു സ്പീക്കിംഗിൽ ജനാർദ്ദനം പറയുന്നത് പോലെ പറഞ്ഞാൽ, മാന്നാർ മത്തായി സ്പീക്കിംഗിൽ ജനാർദ്ദനം പറയുന്നത് പോലെ പറഞ്ഞാൽ തീരുമോ രാജു P നായരെ? തീരില്ല.